രാമായണത്തിലെ ഓരോ കഥാപാത്രവും മഹത്തായ മൂല്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. തന്നെ അഭയം പ്രാപിച്ച് ഭീഷ്മനോട് കാണിക്കുന്ന മഹാമനസ്കത, യുദ്ധത്തിൽ തളർന്ന രാവണനോട് കാണിക്കുന്ന ആ വിശാലത, ലങ്കയിലെ യാതൊന്നും തനിക്ക് വേണ്ട എന്നുള്ള തീരുമാനം, 14 വർഷം കഴിഞ്ഞാലും ഭരതന് ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രമേ രാജ്യം സ്വീകരിക്കുന്നുള്ളൂ ആ ചിന്താഗതി, ഇതെല്ലാം രാമൻ്റെ മഹാമനസ്കത തെളിയിക്കുന്നു. ജീവിതത്തിൽ എന്താണ് പ്രധാനമായത്, എന്താണ് അപ്രധാനമായത് എന്ന് രാമായണം നമ്മളെ പഠിപ്പിക്കും. ഒരു അധ്യാപകൻ ഒരു ഭരണി എടുത്ത് മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, ഭരണി വെച്ച് നിങ്ങളെല്ലാം കണ്ടോ? എന്നിട്ട് കുറേ കല്ല് കഷ്ണം, കരികല്ല് ചില്ലി ചില്ലി കഷ്ണങ്ങൾ അതിനകത്തിട്ട്, എന്നിട്ട് കുട്ടികളോട് ചോദിച്ച്, ഈ ഭരണി നിറഞ്ഞോ? പിന്നെ കുട്ടികൾ പറഞ്ഞ ഭരണി നിറഞ്ഞു. അപ്പം നിറഞ്ഞോ വേണ്ടി ചോദിച്ചാൽ നിറഞ്ഞു, നല്ലോണം ഫുള്ള് നിറഞ്ഞിരിപ്പുണ്ടെന്ന് കുട്ടികൾ പറഞ്ഞു. എന്നിട്ട് ഈ അധ്യാപകൻ ഭരണിയൊന്ന് കുലുക്കിയിട്ട് കുറച്ച് മണ്ണ് വാരിയിട്ട് 2-3-4 പിടി മണ്ണ് ആ ഭരണിക്കകത്ത് കൊണ്ട്, അപ്പം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളോട് ചോദിച്ച്, നിറഞ്ഞോ എന്ന് ചോദിച്ചു. ആ നിറഞ്ഞോ എന്ന് പറഞ്ഞു. പിന്നെ ഈ അധ്യാപകൻ ഒന്ന് കുലുക്കിയിട്ട് കുറച്ച് വെള്ളം വെച്ച്, അപ്പോൾ ഒരു 2-3 ഗ്ലാസ് വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു. അപ്പോൾ നല്ലവണ്ണം നിറഞ്ഞു. അപ്പോൾ ഇത് നിറഞ്ഞോന്ന് ചോദിച്ചു. അപ്പോൾ അപ്പം നിറഞ്ഞോന്ന് വീണ്ടും കുട്ടികൾ പറഞ്ഞു. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം മണ്ണിട്ട് എങ്ങനെ ഇരുന്നേനും കുട്ടികൾ മിണ്ടിയില്ല. ആദ്യം വെള്ളമൊഴിച്ചിൽ എങ്ങനെ ഇരുന്നേനും കുട്ടികൾ മിണ്ടിയില്ല. ആദ്യം വെള്ളമൊഴിച്ചെങ്കിൽ പിന്നെ ഒന്നും ഇടാൻ സ്ഥലം കാണത്തില്ല. മണ്ണിട്ടാൽ ആ വെള്ളം പുറത്തേക്ക് പോകും. പിന്നെ കല്ലിട്ടാലും ആ വെള്ളം പുറത്തേക്ക് പോകും, ഇല്ലേ? മണ്ണിട്ട് നിറച്ച് വെച്ചാലും വെള്ളം പുറത്തേക്ക് പോകാം. ഈ 3 ഗ്ലാസ് വെള്ളം അതിനകത്ത് കൊള്ളത്തില്ല. നിറഞ്ഞിരിക്കുന്ന ഭരണിയിൽ വെള്ളം ഒഴിച്ചാൽ വെള്ളം പുറത്ത് പോകും. മണ്ണിട്ടാലും ഈ 3 ഗ്ലാസ് വെള്ളം അതിനകത്ത് കൊള്ളില്ല. പിന്നെയോ ആദ്യം കല്ലിട്ടത് കൊണ്ടാണ് ആ കല്ലിന് വിടവുകളുണ്ടായത്. ആ വിടവുകളുണ്ടായതുകൊണ്ട് മണ്ണിടാൻ സാധിച്ചു. മണ്ണിട്ടുകൊണ്ട് ആ വിടവുകൾ മണ്ണിട്ടെങ്കിലും പിന്നെ വെള്ളം ഒഴിച്ചപ്പോൾ വെള്ളവും പോയി. അതുപോലെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായത് ആദ്യം അതിന് സ്ഥാനം കണ്ടെത്തണം. ആ ആധ്യാത്മത്തിന് സ്ഥാനം കൊടുക്കണം. ജീവിതത്തിൽ യഥാർത്ഥ ശാന്തിയും സന്തോഷവും സംതൃപ്തിയും നൽകുന്നതാണ് നമ്മൾ ആദ്യ സ്ഥാനം കൊടുക്കേണ്ടത്. അവയാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ആയാൽ എല്ലാത്തിനും നമുക്ക് ഉൾക്കൊള്ളാനും സാധിക്കും. ആവശ്യമില്ലാതെ ഒന്നും വേസ്റ്റാകത്തതില്ല. നമ്മളെയും ലോകത്തെയും നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. ഒന്നീ ആത്മീയത അല്ലെങ്കിൽ ഈശ്വര സ്മരണയ്ക്ക് വേണ്ടി ദിവസവും ഒരു നിശ്ചിത സമയം മാറ്റിവെക്കേണ്ട അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കടമകളും കർത്തവ്യങ്ങളും നിർവഹിക്കണം. നിസ്വാർത്ഥമായി മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നത് പ്രധാനമാണ്. മറ്റുള്ളവർക്ക് സന്തോഷം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. കുറച്ച് നല്ല വാക്കോ ആശ്വാസം വാക്കോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ. ശരിക്ക് നമുക്ക് മുന്നോട്ട് പോകേണ്ട കാട് തെളിക്കുകയാണ്, വഴിവെട്ടുകയാണ് അതിൽ കൂടി ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു കാര്യം, ഭാഗവതത്തിൻ്റെ പറയുന്ന ഒന്നും ചെയ്യാനില്ലെങ്കിൽ അടുത്ത വീട്ടിലെ പശുവിന് കുറച്ച് പുല്ലെങ്കിലും വെച്ച് കൊടുക്കണം. എന്താണ് പറയുന്നത്? അതുകൂടി അതൊരു കണ്ണാടിയാണ്, നമ്മളെ കാണാനുള്ള കണ്ണാടിയാണ്. നമ്മുടെ വൈരൂപ്യത്തെ മാറ്റി സൗന്ദര്യമാക്കുന്ന കണ്ണാടിയാണ്. കുടുംബമാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം പങ്കുവയ്ക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്. അല്പസമയം ഒന്നിച്ചിരുന്ന് എന്തെങ്കിലും ഒന്ന് കളിക്കുക, ഏതെങ്കിലും ഒരു ചെറിയ കളി ഒന്നിച്ചിരുന്ന് കളിക്കുക, അല്ല ഒന്നിച്ചിരുന്ന് എന്തെങ്കിലും ഒരു കഥ പറയുക, അങ്ങനെ ഒന്നിച്ച് കുറച്ച് സമയം ഇരിക്കുക. അപ്പോൾ അതൊരു കുടുംബത്തിലൂടെ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നതാണ്.
ഇങ്ങനെ ചെയ്തില്ലെങ്കിലും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലവഴിക്കാൻ നമുക്ക് സമയം കിട്ടില്ല. ഏത് നിമിഷവും നമ്മുടെ ജീവൻ പോവാം. അപ്പോൾ നമ്മൾ വെറും മന്ത്രിയെപ്പോലെ നുണ മാത്രം പറഞ്ഞ് പങ്കുവയ്ക്കാതെ സത്സംഗങ്ങൾ പറയാം, രാമായണ കഥകളും മഹാഭാരതങ്ങളും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞ് പങ്കുവയ്ക്കുക.